ഹായ്, 22 സെൻറ്റിമീറ്റർ വീതിയും 44 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫാബ്രിക് എടുക്കുക. അതേപോലെ തന്നെ 22 സെൻറ്റിമീറ്റർ നീളം 22 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഫാബ്രിക് കൂടി എടുക്കുക. എന്നിട്ട് കുറച്ച് സ്റ്റിഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചാൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും. സിമ്പിളാണ് ഈ പേഴ്സ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ഇത് പ്രസ് ചെയ്യാം, അയൺ ചെയ്തിട്ട് ഒരുമിച്ചാക്കാം. ഇങ്ങനെ അയൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടെ അയൺ ചെയ്തിട്ട് ഞാൻ കാണുന്ന ഇവിടുന്ന് ഒരു 11 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 11 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ശേഷം അത് ഉള്ളിലോട്ട് മടക്കാം. ആദ്യം ഉള്ളിലോട്ട് മടക്കിയ ശേഷം ഇത് പുറകോട്ട് മടക്കാം. എന്നിട്ട് അതിന് ശേഷം ഉള്ളിലോട്ട് പുറകോട്ട് മടക്കി ഇങ്ങനെ ആക്കിയ ശേഷം മാറ്റി വെച്ച 22x22 ഫാബ്രിക്കില്ലേ, അത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ പോയിൻ്റിന് മടക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ അവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം ഓപ്പണാക്കി അതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. എന്നിട്ട് ഈ 2 ഫാബ്രിക് കാണുന്ന അവിടുന്ന് ഉള്ളിലേക്ക് മറിച്ചിടും. അപ്പം ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് ഉള്ളിലേക്ക് കൂടി മറിച്ചിടും. പിന്നെ ഉള്ളിലേക്ക് മറിച്ചിട്ടാൽ ഇതിങ്ങനെ കിട്ടും. അപ്പോൾ വാൽക്രോ ആണോ പ്രസ് ബട്ടണോ എന്താ വേണ്ടി വെച്ച് കൊടുക്കാം. സിമ്പിളായിട്ടൊരു പേഴ്സ് നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും.